ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം യുഎസിലെ വിദ്യാഭ്യാസ വകുപ്പിനെ വെട്ടിച്ചുരുക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും ലഭിക്കുന്ന ഫെഡറൽ ഫണ്ടുകൾ മറ്റ് ഏജൻസികൾക്ക് കൈമാറ്റം ചെയ്യാനാണ് ട്രംപിന്റെ പദ്ധതി. ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ പല കോണുകളിൽ നിന്ന് എതിർപ്പ് ഉയരുന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ താൽക്കാലിക വിധി വന്നതോടെ നടപടികൾ വേഗത്തിലാകാനാണ് സാധ്യത. ഇത് കുറഞ്ഞ വരുമാനമുള്ള വിദ്യാർത്ഥികളെയും ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിമർശകരുടെ വാദം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ വിദ്യാഭ്യാസ വകുപ്പിനെ ലക്ഷ്യം വെക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കാര്യക്ഷമമല്ലെന്നും വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം അമിതമാണെന്നുമാണ് സർക്കാർ കണക്കാക്കുന്നത്. കുറഞ്ഞ ടെസ്റ്റ് സ്കോറുകളും അക്കാദമിക പ്രകടനത്തിലെ നിലവാര തകർച്ചയും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഏകദേശം 4000 ജീവനക്കാരിൽ നിന്ന് 1400ഓളം പേരെ പിരിച്ചുവിട്ട വകുപ്പിലെ പകുതിയിലധികം ജീവനക്കാരെ വെട്ടിക്കുറച്ച് അനാവശ്യ നടപടിക്രമങ്ങൾ ഇല്ലാതാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനാണ് ട്രംപിന്റെ ഈ ശ്രമം. വിദ്യാഭ്യാസ വകുപ്പിനെ ഇല്ലാതാക്കുന്നതിലൂടെ രാജ്യത്തെ സ്കൂളുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നാണ് ട്രംപിന്റെ വാദം. ജിമ്മി കാർട്ടർ US പ്രസിഡന്റായിരിക്കെ 1979 വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിച്ചത്. സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ടുകൾ വിതരണം ചെയ്യുന്നതും കോളേജ് വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ സഹായം നൽകുന്നതും വിദ്യാഭ്യാസ വകുപ്പാണ്. കൂടാതെ പൗരാവകാശ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെയും ഭിന്നശേഷിയുള്ള കുട്ടികളുടെയും വിദ്യാഭ്യാസത്തെ സഹായിക്കുന്ന ഫെഡറൽ ഫണ്ടിംഗ് പ്രോഗ്രാമുകൾ വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിക്കുന്നതിന് മുൻപേ നിലവിലുണ്ട്. വകുപ്പ് ഇല്ലാതായാൽ ഈ ഫണ്ടിംഗ് പ്രോഗ്രാമുകൾ മറ്റ് ഫെഡറൽ ഏജൻസികളിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത്. മുതിർന്നവരുടെ വിദ്യാഭ്യാസം, കുടുംബ സാക്ഷരതാ പരിപാടികൾ തൊഴിൽ വകുപ്പ് ഏറ്റെടുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥി വായ്പകളും ആരോഗ്യ മാനവ സേവന വകുപ്പ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസുകളും ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. കുറഞ്ഞ വരുമാനമുള്ള ഗ്രാമീണ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളെ ട്രംപിന്റെ ഈ നീക്കം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിമർശകർ പറയുന്നത്. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 ഡോളറാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. ടൈറ്റിൽ 1 പ്രോഗ്രാം, IDEA പ്രോഗ്രാം എന്നിവ മുഖേനയാണ് ഫണ്ട് നൽകുന്നത്. അതേസമയം USലെ പൊതുവിദ്യാലയ നയ രൂപീകരണം സ്റ്റേറ്റുകളുടെ പ്രവർത്തനമാണ്. അതിനാൽ ഫെഡറൽ പങ്കാളിത്തം കുറയ്ക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായ പ്രാദേശിക വിദ്യാഭ്യാസ നയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്ന് ഭരണകൂടം വാദിക്കുന്നു. സ്റ്റേറ്റുകൾക്ക് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ പ്രധാന വാദം. ഈ വർഷം ആദ്യം ട്രംപ് വിദ്യാഭ്യാസ വകുപ്പിൽ പിരിച്ചുവിടലിന് ഉത്തരവിട്ടിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് രൂപീകരിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതികൾ ഇതിനെ തടഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമേരിക്കൻ കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ അമിത ഇടപെടലിന്റെ പ്രതീകമായി ട്രംപ് വിദ്യാഭ്യാസ വകുപ്പിനെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെ ഇല്ലാതാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ ചതുപ്പെന്നും ട്രംപ് വിമർശിച്ചിരുന്നു. നികുതിപ്പണം ദുരുപയോഗം ചെയ്ത് അമേരിക്കൻ യുവത്വത്തെ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അതേസമയം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാന ജോലികൾ മറ്റ് ഫെഡറൽ ഏജൻസികൾക്ക് കൈമാറാനുള്ള നീക്കം സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ 1300 പേരെ പിരിച്ചുവിട്ടു. കോടതി വിധിയെ തുടർന്ന് ഇവരുടെ അവസാന സർവീസ് തീയതി ഓഗസ്റ്റ് 1 വ്യക്തമാക്കി ഇമെയിൽ അയച്ചുവെന്നാണ് റിപ്പോർട്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.